ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന നീ എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിന്നെയും എൻ്റെ ഫാമിലിയിലെ ഒരാളായിട്ടാ ഞാൻ കാണുന്നത്. നിന്നോട് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ ഇടപെടാറുമുണ്ട്. നിന്നെ ഞാൻ എന്നും കാണും, നിന്നോട് സംസാരിക്കും. നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം നിന്നോട് ഷെയർ ചെയ്യാത്ത ഒരു രഹസ്യവുമില്ല എൻ്റെ ലൈഫില്. അതുപോലെ നിന്റെ മനസ്സിലും രഹസ്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ കരുതിയത്. എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും നീ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോ, അതെല്ലാം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വിഷമമല്ല തോന്നിയേ, വല്ലാത്ത വേദനയാ തോന്നിയത്. ആ വേദന കാരണമാ നിന്നോട് ഞാൻ വളരെ ഹാർഷായിട്ട് പെരുമാറിയത്. നിന്നെ വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു എന്നായിരുന്നു എന്റെ വിശ്വാസം. ഞാനും എന്റെ കുടുംബത്തിലെ ആളായിട്ട് തന്നെ കൈലാഷ് സാറിനെ കാണുന്നത്. എന്നിട്ടും ഗന്ധർവനെ കുറിച്ച് ഒരു അക്ഷരം പോലും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പാർവതി. എന്നിൽ നിന്ന് നീ അത് മറച്ചു വെച്ചില്ലേ? നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, നിന്റെ മുഖത്ത് അല്പം പോലും സന്തോഷമില്ല. സങ്കടവും കുറ്റബോധവും മാത്രമേ എനിക്ക് നിന്റെ മുഖത്ത് കാണാൻ കഴിയുന്നുള്ളൂ. ഞാൻ പരിചയപ്പെട്ട ആ പാർവതി ഇതല്ല. ഞാൻ ഇത്രയും നാളും ഇടപഴകിയ ആ പാർവതി ഇതല്ല. ഒരു കള്ളത്തരവും ഇല്ലാതെ, ഒരു ഒളിവും മറവും ഇല്ലാതെ പെരുമാറുന്ന ആ പാർവതിയായി ഞാൻ പരിചയപ്പെട്ടത്. പക്ഷേ ഈ പാർവതി എനിക്ക് അപരിചിതയാ. ഈ പാർവതിയെ എനിക്ക് കാണണ്ട.